അവയർനെസ് ക്ലാസ് എടുക്കാൻ വന്ന സാറ് പാഠഭാഗത്തെ 3ആയി തരംതിരിച്ചു. ഗ്രീൻ എന്നും യെല്ലോ എന്നും റെഡ് എന്നും. ഇന്ന ഭാഗങ്ങൾ റെഡ് പാർട്ടിലാണ് ഞാൻ ഉൾക്കൊള്ളി ചെയ്യുന്നത്. ഇനി മാത്തമാറ്റിക്സ് പരീക്ഷയ്ക്ക് എക്സാമ്പിൾ പറഞ്ഞ ഒരു വിഷയം ഇത്ര ദിവസം ബാക്കിയുണ്ട് സാർ, 1 മണിക്കൂർ എനിക്ക് വേണ്ടി സാർ ഒന്ന് ചെലവാക്കും. അല്ലെങ്കിൽ എന്നെ പോലെ വിഷമം അനുഭവിക്കുന്ന കുറെ കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് വേണ്ടി സാർ ഒരു എക്സ്ട്രാ ക്ലാസ് ഒന്ന് അറേഞ്ച് ചെയ്ത് തരുമോ? ഈ 9 വിഷയത്തിൽ ഏതൊക്കെ വിഷയങ്ങൾക്ക് എനിക്ക് മുഴുവൻ സ്കോറും സമ്പാദിക്കാൻ പറ്റും, ഏതൊക്കെ വിഷയത്തിൽ പ്രതീക്ഷയ്ക്കത്ത് ഉയരാൻ എനിക്ക് കഴിയുകയില്ല എന്നൊരു സെൽഫ് ഇവാലുവേഷൻ പ്രിയപ്പെട്ട മക്കൾ ഇതിനോടകം എടുത്തിട്ടുണ്ടോ? ഉള്ളവരെന്ന് കൈകൊള്ളു. ഞാൻ ഇന്ന വിഷയത്തില് വളരെ പിന്നോക്കമാണ്. കുറച്ചുകൂടെ ഞാൻ വ്യക്തമായി പറയാം. ട്രാഫിക് സിഗ്നൽ, അതിനകത്ത് എത്ര ലൈറ്റുകളുണ്ട്? 3 ലൈറ്റ്. ഏതൊക്കെ കളർ? റെഡ്, യെല്ലോ, ഗ്രീൻ. ഞാൻ നിങ്ങളുടെ പാഠഭാഗത്തെ ഈ 3 കളറിൽ പ്രതിനിധാനം ചെയ്യാൻ പോവാം. വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. പരീക്ഷയുടെ അടുത്തുള്ള സമയത്ത് പ്രിയപ്പെട്ട മക്കളുമായി സംസാരിക്കുന്നതിന്റെ ആത്യന്തികമായ ലക്ഷ്യത്തെ കുറിച്ചാണ് സാർ സംസാരിക്കുന്നത്. നിങ്ങളുടെ പാഠഭാഗത്തെ എക്സാമ്പിൾ, നിങ്ങളുടെ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു വിഷയം എടുക്കുക. ഈ വിഷയത്തെ നിങ്ങൾ 3 അറകളിലായി നിക്ഷേപിക്കുക. ആദ്യത്തെ അറ ഗ്രീൻ ആണ്. ഈ ഗ്രീൻ പ്രതിനിധാനം ചെയ്യുന്നത് നിങ്ങൾക്ക് 10 മാസം നിങ്ങൾ പഠിച്ച വിഷയത്തിൽ ഏറ്റവും നന്നായി അറിയാവുന്ന പോർഷൻസ് ഏതെന്ന് ഇപ്പോൾ ഒരു പേപ്പറും പേനയും തന്നാൽ അത് എഴുതാൻ നിങ്ങളുടെ മനസ്സ് സന്നദ്ധമാണ്. 80 മാർക്കിന്റെ ചോദ്യം ചോദിക്കുന്ന മാത്തമാറ്റിക്സ് എന്ന വിഷയത്തിൽ ഗ്രീൻ പാർട്ട് കൃത്യമായി പ്രവചിക്കാൻ കഴിവുള്ള, അതിന് മനസ്സ് തയ്യാറായ പ്രിയപ്പെട്ട മക്കളെ കൂട്ടത്തിലുണ്ടോ? ഗ്രീൻ പാർട്ട് എനിക്ക് ഭംഗിയായി അറിയാമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ബ്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഓർക്കാത്തതിന്റെ പേരിൽ നിങ്ങളെ കുറ്റപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ട് നിങ്ങൾ ഗ്രീൻ പാർട്ട് ക്ലിയർ ചെയ്യാൻ വൈകി എന്ന് പറഞ്ഞ് നിങ്ങളെ ഉപദേശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സ്കൂളിൽ ഗ്രീൻ പാർട്ട് ക്ലിയർ ചെയ്ത കുട്ടികളുണ്ട്, എന്തുകൊണ്ട് അവനെ പോലെ നീ ആകുന്നില്ല എന്ന് കമ്പയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് രാത്രി എന്ന് പറയുന്ന ഒരു സമയമുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മക്കൾ ചെയ്യേണ്ട, പരീക്ഷയോടടുത്ത് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാ സാർ പറയുന്നത്. നിങ്ങളുടെ മാത്തമാറ്റിക്സ് വിഷയത്തിൽ ഗ്രീൻ പാർട്ട് ഏതാണെന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയണം. രണ്ടാമത് ഞാൻ പരിചയപ്പെടുത്തുന്നത് യെല്ലോയാണ്. എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ അറിയാം. ഏറ്റവും ഇഷ്ടപ്പെട്ട മക്കളോട് ഞാൻ ചോദിക്കുകയാണ്, 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടി. 80 മാർക്കിന്റെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് 1.5 വർഷം മുമ്പേ അവൈലബിൾ ആണ്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലെ പുസ്തകം നിങ്ങളുടെ കയ്യിൽ കിട്ടിയതാ. ട്യൂഷൻ സെന്ററിലും അല്ലാതെയും ഒക്കെ നിങ്ങൾ ആ പുസ്തകങ്ങളെ പരിചയപ്പെടാൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ചതാ. കഴിഞ്ഞുപോയി മക്കളെ, ദിവസങ്ങൾ, സമയങ്ങൾ കഴിഞ്ഞുപോയി, മണിക്കൂറുകൾ കഴിഞ്ഞുപോയി. ഇനി മാർച്ച് 5-ന് മുമ്പ് നിങ്ങളുടെ എണ്ണം ദിവസം നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തണം, കൗണ്ട് ചെയ്യണം. ആ ദിവസത്തെ നിങ്ങൾ ഡിവൈഡ് ചെയ്യണം. ശേഷിക്കുന്ന ദിവസങ്ങൾ, ശേഷിക്കുന്ന പരീക്ഷകൾക്ക് വേണ്ടി ഞാൻ ചോദിക്കുന്നു, മാത്തമാറ്റിക്സ് വിഷയത്തിലെ യെല്ലോ പാർട്ട് കൃത്യമായി ബോധ്യം വന്ന മക്കൾ ഈ കൂട്ടത്തിലുണ്ടോ? ഏറെക്കുറെ അറിയാം. ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ആത്മാർത്ഥമായ ഒരു പരിശ്രമം നിങ്ങൾ ചെയ്യണം. ഞാൻ എക്സാമ്പിൾ മാത്സ് മാത്രം പറഞ്ഞു തരട്ടാം, ബാക്കി 8 വിഷയങ്ങൾ വരെ കിടക്കുന്നു. റെഡിന് പ്രദാനം ചെയ്യുന്നത് നിങ്ങൾക്ക് തീരെ അറിയില്ല. ധൈര്യപൂർവ്വം ഈ വേദിയിൽ മാത്തമാറ്റിക്സിലെ റെഡ് പാർട്ട് കൃത്യമായി മൈക്കെടുത്ത് വെച്ച് പറയാൻ താല്പര്യമുള്ള ഏതെങ്കിലും ഒരു കുട്ടി ഈ കൂട്ടത്തിലുണ്ടോ? അവിടെ ഒരിക്കലും നിങ്ങളെ ബ്ലെയിം ചെയ്യുവാനോ നിങ്ങളെ കമ്പയർ ചെയ്യാനോ ഉള്ള ശ്രമത്തിന്റെ ഭാഗമായി അല്ല. ഒരുപക്ഷെ അവൻ അത് തുറന്നു പറയുന്നത് മറ്റു മക്കൾക്ക് ഒരു പ്രചോദനമാകാൻ സാധ്യതയുള്ളത്.
മാത്തമാറ്റിക്സ് ടീച്ചർ ഈ കൂട്ടത്തിലുണ്ടോ? മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചർ ഈ കൂട്ടത്തിലുണ്ടോ സാറേ? ഉണ്ട്. താങ്ക് യു സാർ, താങ്ക് യു. ഒരു മോൻ എണീറ്റ് നിന്ന്, സാർ എന്നോടാ എനിക്ക് മാത്സിലെ റെഡ് പാർട്ടില് ഒരു ഭാഗമുണ്ട് സാർ, അത് ഇതാണെന്ന് തുറന്നു പറയാൻ ഏതെങ്കിലും ഒരു മോൻ തയ്യാറാണ്? ഞാൻ ഇപ്പൊ മൈക്ക് തരാം. ആരുണ്ട്? സ്വാഭാവികമായിട്ടും ഞാൻ ഈ ചോദ്യം ഇവിടെ ചോദിക്കുമ്പോൾ പലതരത്തിലുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ഈ 250 കുട്ടികൾ ഇരിക്കുന്നിടയ്ക്ക് എനിക്ക് മാത്സിന്റെ ഇന്ന പാർട്ട് അറിയില്ല എന്ന് പറയുന്നത് എനിക്കൊരു കുറച്ചിലാണ്. അല്ലെങ്കിൽ ആ സാറിന് എന്ത് തോന്നും? സാറേ വല്ലതും തോന്നുമോ സാറേ? ഒന്നും തോന്നത്തില്ലല്ലോ. നിറഞ്ഞ കയ്യടി ആ സാറിന് കൊടുക്കാൻ, നിറഞ്ഞ കയ്യടി. അതാ ഞാൻ പറഞ്ഞത്, അപ്രീസിയേഷൻ, നിങ്ങളെ ഉൾക്കൊള്ളാൻ. കണ്ടാൽ ഒരു ചെറിയ മനുഷ്യനാണ് ആ സാറ്, പക്ഷെ നിങ്ങളുടെ 250 പേരെയും ഈ സ്കൂളിലെ 10ാം ക്ലാസ്സിൽ സാറ് പഠിപ്പിക്കുന്ന കുട്ടികളുടെ എല്ലാം മനസ്സിനെ ഉൾക്കൊള്ളാൻ സാറിന്റെ മനസ്സ് വിശാലമാണ്. ആ മനസ്സിനാണ് നിങ്ങൾ കയ്യടി കൊടുത്തത്, ആ മനസ്സിനെയാണ് നിങ്ങൾ അംഗീകരിച്ചത്. സാറിന് എങ്ങനെ അംഗീകാരം കിട്ടിയെന്ന് ചോദിച്ചാൽ നിങ്ങളെ അംഗീകരിക്കാൻ സാർ തയ്യാറായി എന്നുള്ളതാണ്. വേണ്ട, പറയണ്ട, ആരും പറയണ്ട. പക്ഷേ ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങളുടെ 10 വിഷയം 9 വിഷയങ്ങൾ പഠിപ്പിച്ച അധ്യാപകരുണ്ടല്ലോ, അവരെ നിങ്ങൾ ഒന്നുകിൽ രാത്രി ഫോൺ ചെയ്യണം. മാം, അല്ലേ സാർ, ഇന്ന വിഷയത്തിന് എനിക്കൊരു നമ്മുടെ അവയർനെസ് ക്ലാസ് എടുക്കാൻ വന്ന സാറ് പാഠഭാഗത്തെ 3ആയി തരത്തിലേക്ക് ഗ്രീൻ എന്നും യെല്ലോ എന്നും റെഡ്, ഇന്ന ഭാഗങ്ങൾ റെഡ് പാർട്ടിലാണ് ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇനി മാത്തമാറ്റിക്സ് പരീക്ഷയ്ക്ക് എക്സാമ്പിൾ പറഞ്ഞല്ല, ഒരു വിഷയം ഇത്ര ദിവസം ബാക്കിയുണ്ട് സാർ, 1 മണിക്കൂർ എനിക്ക് വേണ്ടി സാർ ഒന്ന് ചെലവാക്കും. അല്ലെങ്കിൽ എന്നെ പോലെ വിഷമം അനുഭവിക്കുന്ന കുറെ കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് വേണ്ടി സാർ ഒരു എക്സ്ട്രാ ക്ലാസ് ഒന്ന് അറേഞ്ച് ചെയ്ത് തരുമോ? നിങ്ങൾ ആവശ്യപ്പെടുവോ? ആവശ്യപ്പെടുവോ? പെടുവോ? നല്ല കയ്യിൽ കൊടുക്കും. ആ ആഗ്രഹത്തിനാണ്